목소리 머리를 빗는 이 빗소리 밖엔 비가 오나 봐 들리는 빗방울들이 땅에 떨어지는 소리 전해지는 전생고 대체 뭐야 너는 비법이 ഇന്ന് ഞാൻ മറ്റേ കാർപ്പൻട്രി പഠിച്ച അവിടുത്തെ വാർഷികമാണ് 20ാമത്തെ. അപ്പോൾ ആണെങ്കിൽ അവിടെ പോകാൻ വേണ്ടി എനിക്കാണെങ്കിൽ അവിടെ വേറെ ആരെയും പരിചയമില്ല. എന്നെ പഠിപ്പിച്ച ആ ഓമന എന്ന് പറയുന്ന ആൻറ്റീനെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാമെന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ അടുത്ത് വന്ന് കാരിത്താസിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ അവിടുന്ന് പിക്ക് ചെയ്യാം. അവിടെ എനിക്ക് വേറെ ആരെയും അറിയത്തില്ല, ആൻറ്റീനെ മുഴിച്ച്. അപ്പോൾ എങ്ങനെയാകുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ പോണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ച് എന്നെ വിളിച്ചതല്ലേ, വേറെ വഴിയില്ലല്ലോ. വേറെ വഴിയുണ്ട്, എന്നാലും പോയേക്കാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ പനിയും ഉണ്ട്, പീരിയഡ്സുമാണ്. എങ്ങനെയാകും എന്താകും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ പോയിട്ട് അവിടെ എന്നാ പരിപാടി നടക്കാൻ പോകുന്നതെന്നോ എപ്പോൾ തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കും. അവിടെ ചെന്നിട്ട് എനിക്ക് ടെൻഷനായിട്ട് അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുമ്പോൾ എടുക്കാം.
പരിപാടിക്ക് പോയിട്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ നല്ല പരിപാടിയായിരുന്നു. അർച്ചന വുമൻസ് സെൻ്റർ എന്നാണ് ആ ഒരു ഇതിലാണ് ഞാൻ പഠിക്കാൻ പോയത്. പക്ഷേ ആണെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴറിയുന്നു. വേറെയും എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്തും അങ്ങനെ പല പല സ്ഥലത്തൊക്കെയുള്ള ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഓരോ വുമൻസിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ക്ലാസ്സുകൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പൈസയൊന്നും വാങ്ങിക്കാതെ അവരുടെ അടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറെ ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവർക്ക് പൈസ കൊടുക്കും. ത്രേസ്യാമ്മ മാത്യു OMMI എന്ന് പറയുന്ന അവരാണ് ഇതിൻ്റെ ഫൗണ്ടർ. എനിക്കും കിട്ടി ഒരു സാധനം. അവിടെ വന്നല്ല, അവിടെ പഠിച്ച എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. നല്ല പരിപാടിയായിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രിയിൽ അവിടെ തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റേ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അവർ രാത്രി ഇവിടെ വന്ന് അവിടെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഇത് എന്തോ ഡാൻസ് പെർഫോം ചെയ്തിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയായപ്പോൾ തിരിച്ചു പോയി. നല്ല പരിപാടിയായിരുന്നു. പക്ഷേ ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇതില്ലായിരുന്നു. സോറി വെച്ച് സംസാരിക്കാം. ഓക്കെ, அவங்க ചോർക്കും വരും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്നാ, ഞാൻ പോയിട്ട് വന്നിട്ട് ഇനി തലവേദനയായിരുന്നു. അതാ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ. ഞാൻ കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ രാത്രിയായപ്പോൾ എഴുന്നേറ്റ് ഇതിൻ്റെ ബാക്കി പറയാമെന്ന് വിചാരിച്ചു. ഇനി വേറെ ദിവസത്തെ ഇതും കൂടി കൂട്ടിയിട്ട് നാളെ എനിക്ക് ഒന്നും ഇടാൻ ഇപ്പോൾ കാണിയല്ല. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ ഒന്നും ഇടിയല്ല, വേറെ ദിവസമായിരിക്കും ഇടുന്നത്. ഓക്കെ.